ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സമയം ഉച്ചയായിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമാണ്. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇന്ന് നമ്മുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് സൺഡേ ആണ്. നാളെ സ്കൂൾ തുറക്കാണ്. ജനുവരി 5-ാം തീയതി നാളെയാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ എനിക്കും നാളത്തെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഒരു വെക്കേഷൻ മൂഡാണ്. വെക്കേഷൻ്റെ ഒരു ലാസ്റ്റ് ഡേ എന്നുള്ള രീതിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എണീറ്റത് ലേറ്റായിട്ടായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും എന്നുള്ള ആലോചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു 11 മണിയോളം ആയതുകൊണ്ട് പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കി അത് കഴിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ പഠിക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടണമെന്ന് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് വന്നപ്പോൾ എന്തോ ഒരു സാധനം, ഓറഞ്ചും അല്ല എന്നാൽ കമ്പിളി നാരങ്ങയും അല്ല, കമ്പിളി നാരങ്ങ, ഞങ്ങളുടെയൊക്കെ അവിടെ കമ്പിളി നാരങ്ങയ്ക്ക് ഇതിലും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാകും. ഇതിൻ്റെ രണ്ടിലും മിഡിലും നിൽക്കുന്ന എന്തോ ഒരു സംഭവം. അപ്പോൾ അവിടെ കടയിൽ കണ്ടപ്പോൾ അവൻ അത് മേടിച്ചിട്ട് വന്നതാണ്. അവൻ വന്നത് ഞാൻ കാണാഞ്ഞതുകൊണ്ട് വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഇറങ്ങിയിട്ട് പിന്നെയും കയറി വരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. മുടുക്കനായി. ഇച്ചിരി വെട്ടം വെളിച്ചം കിട്ടുന്ന എങ്ങോട്ടൊന്ന് നീങ്ങുന്നേ. അതൊന്ന് ഇവിടെ വാ നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അയ്യേ കുളത്തില്ല. ഈ സൈഡ് കട്ട് അല്ല, ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തില്ലേ? വലത്ത് സൈഡ് ഇതിനും വേദന നേരത്തെ തന്നെയായിരുന്നു. എന്ത് കോലമാണ്. ഇവനാണെങ്കിൽ നല്ല ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാളായിട്ട് മുടി വളർത്തണമെന്ന് പറഞ്ഞു. മുടി വളർത്തണം, ബാക്കിൽ കെട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടി വളർത്തിയപ്പോൾ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഇത് വളരുന്നതനുസരിച്ച് മൊത്തം ചുരുണ്ട് ഇങ്ങനെ ജട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾ പോയി സ്ട്രെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വെട്ടിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല കോലമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് കൊണ്ടുവന്ന് കൈ തന്നിട്ട് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞതിനാണ് ഞാൻ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നത്. എനിക്ക് അവൻ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ചമ്മലാണ് കേട്ടോ. അമ്പാടി മുടി വെട്ടാൻ പോയിട്ട് നമ്മൾ കൊണ്ടുവന്ന് സാധനം, ഇത് എന്ത് സാധനമാണെന്ന് അറിയില്ല. ഇവ കമ്പിളി നാരങ്ങയാണെന്ന് പണ്ട് കൊണ്ടുവന്നു. മണം അറിയത്തില്ല, മൂക്കടഞ്ഞിരിക്കുന്ന മണം എന്നറിയില്ല. അപ്പോൾ പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കട്ടെ? ഇപ്പം പൊട്ടിക്കുന്നത് ഫുഡ് വെച്ചിട്ട് പൊട്ടിക്കണം. എങ്ങനെ പൊട്ടിക്കുന്നത്? തലയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ക്യാമറ വിളിക്കുമ്പോൾ തലയും കൊണ്ട് അങ്ങോട്ട് വരും. പൊട്ടിക്കുമ്പോഴല്ലോ ഇത് തൊലി ഭയങ്കര കട്ടി കേട്ടോ. കമ്പിളിനാരങ്ങയുടെ കുഞ്ഞു വല്ലതാണോ നീ? കൊച്ചു പാറി കല്ലോട് തെറിക്കോളി. ഇതിന്റെ നീര് കണ്ടോണ്ട് ഞാനിത് പൊളിക്കുന്നത് കണ്ടോണ്ടാണ് എന്താണെന്ന് അറിയാനായിട്ട് അവൾ എൻ്റെ പുറകെ തലങ്ങും വിലങ്ങും നോക്കും. ഞാനാണ് ഇവളുടെ കണ്ണിലേക്ക് ഇതിൻ്റെ നീര് തെറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അവൾ വീണ്ടും അങ്ങോട്ട് വരും. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അവൾ അങ്ങോട്ട് മാറും. ഇത് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പുളിക്കാൻ വെച്ചിട്ട് പാടാതെ എന്താ സംഭവം ശരിക്കും എനിക്ക് ഭയങ്കര പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നി കേട്ടോ. അത് നല്ല കട്ടിയുള്ള തൊലിയാണ്. എന്തായാലും ഒരു വിധത്തിൽ ഞാനത് വലിച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട്. റെഡ് കളറാണ്. ഓറഞ്ച് പൊട്ടിക്കുന്നു അല്ലേ? റെഡ് കളറുള്ളൂ. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു നോക്കാം. വെള്ളപ്പാടേക്കാളാ അല്ലെങ്കിൽ കയ്പായിരിക്കും. കമ്പിളി നാരങ്ങയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ എന്തോ ഒരു ഇതിനെക്കാളും വലിപ്പമുണ്ട്. പുളി കമ്പിളി നാരങ്ങയുടെ പുളിയാണോ? മധുരമില്ലേ? കമ്പിളി നാരങ്ങ എവിടെ പുളി? എനിക്ക് ഭയങ്കര പുളിയാ തോന്നുന്നു. കൈ മാറ്റി കുറച്ച് കഴിച്ചാൽ മതി. ആദ്യം ടേസ്റ്റ് ചെയ്യും. ഓരോ എക്സ്പ്രഷനുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷെ ഭയങ്കര പുളിയായിട്ടാ തോന്നിയത്. ഇവർക്ക് രണ്ടർക്ക് ഇത് നിന്നിട്ട് യാതൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ ഇത് വായിലേക്ക് വെച്ചിട്ടാണെങ്കിൽ പുളിച്ചിട്ട് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഞാനത് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ കഴിക്കണേ? ചോറ് കഴിക്കണോ? കഴിച്ചോട്ടാ. ചോറുണ്ട്, മീൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ അതിനിടയ്ക്ക് കോവയ്ക്ക തോരനാണ്, പിന്നെ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ ചപ്പാത്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ
ഫുഡ്. അപ്പോൾ കറികളൊക്കെ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്ന് കുറച്ച് ഒരു ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. കുറച്ച് ഹെയറൊക്കെ നോക്കിയിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത സമയം കൊണ്ട് അമ്പാടി എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തന്നു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 3 മണി 3:30 ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞാറ്റേനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് ഹെയർ കെയർ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനായിട്ടുണ്ട്. കുഞ്ഞാറ്റ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഹെയറിൽ ഒരു ചെറിയ ഹെയർ പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ മുഖത്ത് കുറച്ച് അലോവേര തേച്ചു. അപ്പോൾ അത് തേക്കുന്ന കണ്ടപ്പോൾ അമ്പാടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെയും മുഖത്ത് കുറച്ച് തേച്ചു. അത് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ അവനും അത് അത്യാവശ്യം 4:30 പക്ഷെ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ചൂടെടുക്കുന്നു. നമുക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളത് ഹെയർ മാസ്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈയിടെയായിട്ട് എൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് ഹെയർ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പം കഞ്ഞിവെള്ളവും ചെമ്പരത്തിയും അലോവേരയും കൂടെ ചേർത്തിട്ടൊരു സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? കഞ്ഞിവെള്ളം, ചെമ്പരത്തി ഇല, പിന്നെ അലോവേര, ഇത് 3 ചേർത്ത് അരച്ചതാണ് കേട്ടോ. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. ഫ്രഷ് അലോവേര ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാൽ ചേർത്ത്. ഇത് നമുക്ക് തലയിൽ തേച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇപ്പോൾ ഇതാ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയും വെട്ടി താടിയൊക്കെ ട്രിം ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ അവർ ചെയ്തത് ശരിയായില്ല. നമ്മളതിൻ്റെ വീട്ടിൽ വന്നിട്ട് വീണ്ടും അവൻ്റേതായിട്ടുള്ള മിനുക്കുപണികളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവൻ കടയിൽ കൊണ്ട് പൈസ കൊടുക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ആദ്യം മുടിയൊക്കെ നന്നായിട്ട് ചീക്കി അതിൻ്റെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഓയിൽസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ കുറച്ച് എടുത്തിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഹെയർ കണ്ണാടി നോക്കിയാൽ മാറുന്നു മനെ കൂടി നിന്റെ വീട്ടിൽ ചെറിയ ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് ഹെയറിലല്ല സ്കാൽപ്പിൽ തേച്ചു കൊടുക്കും. നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് എത്ര വെള്ളം എടുക്കാം. ഞാൻ കുറച്ച് കഞ്ഞോളം ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ടാണ്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് വെക്കാം. കുറച്ച് ലൂസായിട്ട് കെട്ടി വെക്കണേ. സൂപ്പർ. ഞാനിത് തലയിൽ തേക്കുന്നത് കണ്ടപ്പോഴേക്കും അവനും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ തലയിലും കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. മെനക്കെടാൻ വയ്യ പറഞ്ഞിട്ട് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതിനിടയ്ക്ക് ഹനുമാൻ മരുത്തുവാമല ചുമന്നുകൊണ്ട് പോകുന്ന പോലെ എന്താണ് ഇങ്ങനെ വിളിച്ചിട്ടിരിക്കുന്നത് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞ് അവനെ കളിയാക്കി നിൽക്കേണ്ടി കേട്ടോ. കറക്റ്റ് അന്യനെ പോലെ നിന്നെ കാണായപ്പോ അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും ഇത് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അലക്കിട്ടേക്കാമെന്ന് വിചാരിച്ചു. കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അറ്റയും അമ്പാടിയും കൂടെ എടുത്തിട്ടുള്ള സ്നാക്സും പാലും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്നു. ഹായ് താ, എനിക്കെന്നാ മേടിച്ചേ? എനിക്കെന്നാ കുഞ്ഞാറ്റ മേടിച്ചേ? എന്നാ മേടിച്ചേ? പക്ഷെ നീ എന്നാ കാണത്തില്ല. ഇല്ല, എനിക്കെന്നാ മേടിച്ചത്? എനിക്കിതാ ബിസ്ക്കറ്റ് എനിക്കാണോ?
പൊട്ടിച്ചേരട്ടെ ബിസ്ക്കറ്റ്? ആ ബിസ്ക്കറ്റ് പൊട്ടിച്ചേരട്ടെ. ഒരെണ്ണം എനിക്ക് തരും, ഒരെണ്ണം കുഞ്ഞാറ്റിക്ക്, ഒരെണ്ണം എനിക്ക്. ആ പൊട്ടിച്ചേരാവേ. ഒരെണ്ണം എനിക്ക്, കുഞ്ഞാറ്റിക്ക് ഒരെണ്ണം. എന്നാ പോ, ഞാൻ പൊട്ടിച്ചേരത്തില്ല. ഒരെണ്ണം എനിക്കതാ. ആ തരാം. എണ്ണക്കടികൾ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയത്. പക്ഷേ കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർ നടന്നുമാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവളെ കൊണ്ട് പോയതുകൊണ്ട് പിന്നെ അവന് വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ, വേറെ കടകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ അടുത്തുള്ളൊരു കടയിലാണ് പോയത് കേട്ടോ. അപ്പോൾ പിന്നെ കിട്ടിയത് വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുഡ് കഴിക്കുക, കിടക്കുക, അത് മാത്രമാണ്. ഇപ്പോൾ ടൈം ഒരു 9 മണിയോളം ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുക, കിടക്കുക, അത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഫോണിൽ ചാർജ് ഇല്ല. ഫോൺ കുറച്ച് നേരം ഒന്ന് ചാർജ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഡേ ഇൻ ലൈഫ്, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, അതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഹെയർ പാക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ.